ഹലോ, ഇന്നൊരു അടിപൊളി സ്പെഷ്യൽ കട്ട്ലേറ്റാണ് കേട്ടോ. ഇത് സ്പെഷ്യലാക്കാൻ തന്നെ കാരണം ചിക്കൻ ഇല്ലാതെ ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഇടിച്ചക്കയാണ് കേട്ടോ. നല്ലൊരു ഇടിച്ചക്ക നോക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനെ മുറിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല വേവിച്ചെടുക്കണം കേട്ടോ. നല്ല വേവിക്കണം. അപ്പോൾ ഇതോടെ ഇരുന്നോട്ടെ കേട്ടോ. ഇനി നമുക്ക് ആ ചിക്കൻ കട്ട്ലേറ്റിനുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 വലിയ സബോളയാണ് കേട്ടോ. പിന്നെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് നല്ല വഴന്ന് വരണേ കേട്ടോ. നല്ല വഴന്ന് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂടി വെച്ചാലും മതി. അപ്പം നല്ല ഉള്ളിയൊക്കെ നല്ല വഴന്ന് വന്നോളൂ കേട്ടോ. ഇടിച്ചൊക്കെ നല്ല ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാരണം വേഗം കയ്യിൽ തന്നെ ഉടച്ചെടുക്കാൻ പറ്റി കേട്ടോ. ഇനി ഇത് നമുക്ക് ഉള്ളിയിലേക്ക് കൊട്ടി നല്ല മിക്സ് ചെയ്യണം കേട്ടോ. ചിക്കൻ മസാല, ഗരം മസാല, കുറച്ച് ഉപ്പ് എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക. അതിൻ്റെ ശേഷം നമുക്കിതിനകത്ത് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ലേറ്റായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇതും കൂടെ മസാല കൂട്ടുന്നതിൻ്റെ മുന്നേ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിത് അടുപ്പത്തുനിന്ന് ഇറക്കിയിട്ട് ചെറിയ ചൂടുള്ള സമയത്ത് ഇതിനകത്ത് കുറച്ച് ബ്രെഡ് ക്രംസ് ഇടുന്നുണ്ട്. എന്നിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് 2 മുട്ട മതിയാവും കേട്ടോ ഇതിന്. എന്നിട്ട് മുട്ട നല്ല ബീറ്റ് ചെയ്തതിന് ശേഷം ഓരോന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് പിടിക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും കട്ട്ലേറ്റ് ഉള്ള ഷേപ്പിൽ തന്നെയാണ് കേട്ടോ പിടിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ആ എഗ്ഗിൻ്റെ ബാറ്ററിൽ മുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് ചെയ്യുക. എന്നിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റുകയൊക്കെ ചെയ്യാം. എണ്ണ ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ കട്ട്ലേറ്റൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങളെ വിലയേറിയ കമൻറ്റുകളും കൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.